കാണിക്കാൻ കഴിയും മൗലവി. ഹനീഫ് കായക്കൊടിയെ സ്നേഹത്തോടെ സന്തോഷത്തോടെ വെല്ലുവിളിക്കുകയാണ്. ഹനീഫ് കായക്കൊടി, നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു സംവാദത്തിന് തയ്യാറാണോ? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി ഇബ്ലീസിന്റെ പണിയെടുക്കല്ലേ ഹനീഫ് കായക്കൊടി. ഹനീഫ് കായക്കൊടി, അത് ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ച വസ്തുതയാണ്. ആ അംഗീകരിച്ച വസ്തുത മഹത്തുക്കളായ ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചതാണ്. മക്കയിലുണ്ടായിരുന്നു ആഘോഷം, മദീനയിലുണ്ടായിരുന്നു ആഘോഷം. നിങ്ങൾ തല്ലിപ്പൊളിച്ച് തരിപ്പണമാക്കി കളഞ്ഞതല്ലേ? ആ ദിവസത്തിനും ആ മാസത്തിനും പുണ്യമുണ്ട് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ പണ്ഡിതന്മാരെ പഠിപ്പിച്ചതിനെ ചോദ്യം ചെയ്യുവാൻ ഹനീഫ് കായക്കൊടി നിങ്ങൾ വളർന്നിട്ടില്ല, നിങ്ങളുടെ പ്രസ്ഥാനം വളർന്നിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ നേതാവാണ്. ആ നേതാവിൻ്റെ ജന്മദിനം ആഘോഷിക്കണമെങ്കിൽ ഒരു ചെറിയ ബുദ്ധി മനുഷ്യന് ഉണ്ടായാൽ മാത്രം മതി. ആഘോഷത്തിലൂടെ അനാവശ്യമായ ഹറാമുകളോ കറാഹത്തുകളോ അല്ല നാം ചെയ്തു കൂട്ടുന്നത്. സുന്നത്തായ കർമ്മങ്ങളും ഇബാദത്തിൻ്റെ ഭാഗങ്ങളുമാണ് നാം ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ലോക മുസ്ലിമീങ്ങൾക്ക് വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമെന്ന് പറഞ്ഞാൽ അവർക്ക് ആവേശം പകരുന്ന മാസമാണ്. നല്ല ഇബാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്വആം, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഗീതങ്ങൾ പാടുക, മൗലിദ് പാരായണം ചെയ്യുക. പക്ഷേ ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധമായ മാസത്തെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല. ആ ഇബ്ലീസിൻ്റെ ആശയങ്ങൾ പേറി നടക്കുന്ന പ്രസ്ഥാനക്കാരും അതിനെതിരിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു സത്യങ്ങളെ അസത്യമാക്കി മാറ്റാനുള്ള അവരുടെ പ്രവണതകൾ, അവരുടെ സംസാരങ്ങൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടും ഉണ്ട്. ഒരു മൗലവി, ആ മൗലവിയുടെ പ്രസംഗത്തിലൂടെ അദ്ദേഹം ചോദിക്കുകയാണ്, ഇതാരാണ് പഠിപ്പിച്ചു തന്നത്? ഏത് നേതാവാണ് പഠിപ്പിച്ചു തന്നത്? ഹനീഫ് കായക്കൊടി എന്ന KNMൻ്റെ ഒരു മുതിർന്ന നേതാവ് സംസാരിക്കുന്നത് ആദ്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോഴേക്ക് അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുരോഹിതന്മാർ. ഇക്കാലം വരെ കേൾക്കാത്ത പുതിയ പുതിയ സമ്പ്രദായങ്ങൾ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ, ഇതൊക്കെയാണ് ജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരാചാരത്തിന് വേണ്ടിയാണ്, ഏത് കർമ്മത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യാൻ ജനങ്ങളോട് മുസ്ലിയാക്കന്മാർ ആഹ്വാനം ചെയ്യുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? നോക്കൂ, ഒരു മുസ്ലിയാർ ഈ റബീഉൽ അവ്വലിന്റെ ആഗമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. റബീഉൽ അവ്വൽ ആണല്ലോ വരുന്നത്, മുഅ്മിനീങ്ങളെ ആദരിച്ചോ. ആ മാസം 1 മുതൽ 30 അടങ്ങുന്ന ദിവസവും ആ മാസത്തെ ആദരിച്ചുകൊണ്ട് മൗലിദ് ഓതണം. നമ്മുടെ പള്ളികളും നമ്മുടെ മദ്രസകളും നമ്മുടെ വഴിയോരങ്ങളും മുഴുവനും മാലകളെ കൊണ്ടും വർണ്ണ ലൈറ്റുകൾ കൊണ്ടും ഭംഗിയാക്കണം. നമ്മുടെ വീടിന്റെ മുമ്പിലൊക്കെ വീട് വരെ വർണ്ണ ലൈറ്റ് വെക്കുകയും അങ്ങനെ നല്ല ഫ്ലക്സുകൾ വെച്ച് മർഹബൻ ബി ഷഹരിൽ ഹബീബ്, ഹബീബായ നബിയെ അവിടുത്തെ മാസത്തിന് സ്വാഗതം, മർഹബൻ ബിൽ ഹബീബ്, ഹബീബായ നബിയെ തങ്ങൾക്ക് സ്വാഗതം മുതൽക്കുള്ള വാക്കുകൾ എഴുതിയിട്ട് മദീനയിലേക്ക് സന്തോഷം പ്രകടിപ്പിക്കൂ. നബി തങ്ങളത് കാണുന്നതാണ്. ഏതൊരു ആചാരത്തിന് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യാൻ ഈ മുസ്ലിയാർ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണ്ടേ? ആരാണ് ഈ റബീഉൽ അവ്വലിന്, റബീഉൽ അവ്വൽ മാസത്തിന്, റബീഉൽ അവ്വൽ 12-ന് ഇത്രയേറെ പുണ്യം കൽപ്പിച്ചത്? ആരാണ് റബീഉൽ അവ്വൽ മാസത്തിന് ഇത്രത്തോളം പുണ്യം കൽപ്പിച്ചത്? അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. ഒന്നും പഠിക്കാതെ വിശുദ്ധ ഇസ്ലാമിൻ്റെ മഹത്തായ ആശയാദർശങ്ങളെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബിദിനാഘോഷത്തിൻ്റെ തെളിവുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം. അത് അവരുടെ വകയായി രേഖപ്പെടുത്തിയതല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹീഹായ ഹദീസുകൾ നിരത്തിക്കൊണ്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പണ്ഡിതന്മാർ നബിദിനാഘോഷം സുന്നത്താണെന്നും സംഘടിക്കൽ സുന്നത്താണെന്നും ഭക്ഷണം കൊടുക്കൽ സുന്നത്താണെന്നും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത്. അത് ഈ മൗലവിമാർ കാണാത്തത് കൊണ്ടല്ല. ഹനീഫ് കായക്കുടിയാണെങ്കിലും ഫൈസൽ മൗലവിയാണെങ്കിലും നബിദിനാഘോഷത്തെ എതിർക്കുന്ന വഹാബികൾ മുഴുവനും അവരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടുനോക്കുക. ഒരു തെളിവിൻ്റെയും പിൻബലം അവർക്കില്ല, ഒരു കിതാബിൻ്റെ ഉദ്ധരണിയും അവർക്കില്ല, ഒരു ഹദീസും അവർ പറയുന്നില്ല. അവരുടെ വാക്കുകളല്ലാതെ അപ്പുറത്തേക്ക് ഒന്നും. ഈ പ്രസംഗം ഹനീഫ് കായക്കൊടിയുടെ പ്രസംഗം 10 മിനിറ്റിലധികമുണ്ട്. അതിൽ ഒരു കിതാബിൻ്റെ ഉദ്ധരണി അദ്ദേഹം വായിക്കുന്നില്ല. അദ്ദേഹം ഹദീസുകൾ മുമ്പ് എപ്പോഴോ പഠിച്ചു വെച്ച വഹാബി നേതാക്കന്മാർ കൊടുത്ത ഹദീസുകൾ മനഃപ്പാടമാക്കി വെച്ച ഹദീസുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് അതിനെ ദുർവ്യാഖ്യാനിക്കുന്നു എന്നല്ലാതെ പ്രാമാണികരായ ഒരൊറ്റ ഇമാമിൻ്റെ അർത്ഥങ്ങളോ ആശയങ്ങളോ വിശദീകരണങ്ങളോ അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നബിദിനാഘോഷം ഈ ലോകത്ത് സുന്നത്താണെന്ന് പഠിപ്പിച്ചത് ഇമാമീങ്ങളാണ്. ആ ഇമാമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിഷയം പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു, എല്ലാവർക്കും സുപരിചിതമായ ഗ്രന്ഥമായതുകൊണ്ടാണ് ഇത് ഞാൻ ഉയർത്തി കാണിക്കുന്നത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തൻ്റെ ലഹാവിയലിൽ ഫത്താവയിൽ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ്, ഈ ഹദീസിനെ തള്ളുവാൻ വേണ്ടി പല രൂപത്തിലും ശ്രമിച്ചതുകൊണ്ടാണ് ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു സ്വഹീഹായ ഹദീസ്, സ്വഹീഹായ ഹദീസ്. ആ സ്വഹീഹായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹാവിയലിൽ ഫത്താവയുടെ 1ാമത്തെ വോള്യത്തിൻ്റെ 230ാമത്തെ പേജിലൂടെ പറയുന്നു, ഫയുസ്തഹബ്ബു ലനാ, അപ്പോൾ നമുക്ക് സുന്നത്താണ് ഐലൻ വീണ്ടും ഇൽഹാറു ശുക്രി ബി മൗലിദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് നന്ദി രേഖപ്പെടുത്തൽ സുന്നത്താണ്. സുന്നത്ത് നാ കൊടുത്തത്. എങ്ങനെ സുന്നത്ത്? ബിൽ ഇജ്തിമാഇ, സംഘടിക്കൽ കൊണ്ട്. ആ സംഘടിക്കൽ വഅലിന് വേണ്ടി സംഘടിക്കലുമാകാം, ഘോഷയാത്രയുമാകാം. വയി ത്വആമി ത്വആം, ഭക്ഷണം നൽകൽ കൊണ്ടും, വനഹബി ദാലിക, അതുപോലത്തത് കൊണ്ടും, മിൻ വുജൂഹിൽ ഖുർബാത്തി വഇൽഹാറിൽ മസറാത്തി, എന്ത് നമ്മുടെ ആരാധനകളുടെ ഭാഗവും അതുപോലെ തന്നെ സന്തോഷ പ്രകടനത്തിൻ്റെ ഭാഗങ്ങളുമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ സുന്നത്താണ്. വീടുകളിൽ തോരണം തൂക്കൽ സന്തോഷ പ്രകടനത്തിൻ്റെ ഭാഗമാണ്. വീടുകളിൽ അലങ്കാര ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് സന്തോഷ പ്രകടനത്തിൻ്റെ ഭാഗങ്ങളാണ്. അത് സുന്നത്താണെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, സ്വന്തം അഭിപ്രായമല്ല, സ്വഹീഹായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട പകര ഉസ്താദ് ആ പ്രസംഗത്തിലൂടെ പറയുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കന്മാർ തെളിവുകളില്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. പറയുന്നത് മുഴുവനും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ആദ്യം ഇമാം സുയൂത്തിയെ തള്ളണം. ഇമാം സുയൂത്തി മാത്രമല്ല, ഇമാം സുയൂത്തി തങ്ങൾ ഒരു പേജ് മുമ്പിൽ പറയുന്നു, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വരെ ഇങ്ങനത്തെ ഭക്ഷണം കൊടുക്കലും സന്തോഷപ്രകടനങ്ങൾ നടത്തൽ സുന്നത്താണെന്ന് ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നതായി ഉദാഹരണമായി പറഞ്ഞതാണ്. ഈ വിഷയം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിനിൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു തൻ്റെ ഈ വിഷയമെന്ന് പറഞ്ഞാൽ മൗലിദ് ആഘോഷം സുന്നത്താണെന്ന് തന്നെ ബഹുമാനപ്പെട്ടവരും അൽ ഫത്താവൽ ഹദീസിൽ ഇബ്നു ഹജറിനിൽ ഹൈത്തമി റളിയല്ലാഹു പഠിപ്പിക്കുന്നതായിട്ടും കാണാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാരാണ് പഠിപ്പിച്ചത് എന്ന് ഹനീഫ് കായക്കൊടി ചോദിച്ചത് അത് അദ്ദേഹത്തിന്റെ വിവരമില്ലായ്മയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്, വേറെ ആരുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് മഹത്തുക്കളായ ഇമ്മത്ത് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതുമാണ്. വീണ്ടും ഈ സാധുവായ മൗലവി പറയുന്നു എന്ന് കേട്ടുവെക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന പ്രാധാന്യങ്ങളില്ലേ, പ്രത്യേകതകളില്ലേ? ഈ 4 മാസങ്ങൾ ഏത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടില്ലേ? റമദാനിന്റെ പ്രത്യേകതയെ കുറിച്ച്, ആ റമദാനിൽ ചെയ്യേണ്ട ആരാധനകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? രാത്രി നമസ്കാരത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചു തന്നില്ലേ? തിങ്കളാഴ്ചയുടെയും അതേപോലെ തന്നെ വ്യാഴാഴ്ചയുടെയും പ്രാധാന്യത്തെക്കുറിച്ച്, അന്ന് ചെയ്യേണ്ട ആരാധനകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തന്നില്ലേ? വെള്ളിയാഴ്ചയുടെ പ്രത്യേകതയെക്കുറിച്ചും അന്ന് ചെയ്യേണ്ട ആരാധനകളെ കുറിച്ചും അന്ന് ചൊല്ലേണ്ട ദിക്റുകളെ കുറിച്ചും അന്ന് നടത്തേണ്ട നമസ്കാരങ്ങളെ കുറിച്ചും ഖുതുബയെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ?
ലൈലത്തുൽ ഖദറിന് ചെയ്യേണ്ട ആരാധനകളെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നില്ലേ? എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതാ റബീഉൽ അവ്വൽ മാസത്തിലാണ് ഞാൻ ജനിച്ചത്, ആ ദിവസത്തിന് ഇന്ന പ്രത്യേകതകളുണ്ട്, അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ഇന്ന ഭക്ഷണം കൊടുക്കണം, റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ഇന്ന ആഹ്ലാദം പ്രകടിപ്പിക്കണം, റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ഇന്ന പോലെ അലങ്കരിക്കണം എന്നെവിടെയെങ്കിലും പറഞ്ഞതായി നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പരിശുദ്ധമായ മാസത്തിന് സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞതായിട്ട് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ നമ്മൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വഹാബികളായിരിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ എമ്പാടും കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ കേട്ടിട്ടും ഉണ്ട്. വഹാബി മതക്കാർ ചിലപ്പോൾ ഉണ്ടാവുകയില്ല. നിങ്ങൾക്കറിയുമോ സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്? അതേ കൊല്ലം സംവാദത്തിൽ വെച്ചുകൊണ്ട് വല്ലാതെ വിറപ്പിച്ച ഹദീസാണ് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്. 2750 ഹദീസായ നബി ഖത്താദത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹനീഫ് കായക്കൊടി കേട്ടോ? ഹനീഫ് കായക്കൊടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നല്ലേ ചോദിച്ചത്? കേട്ട് പഠിച്ചൂട്. അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിവസത്തിൻ്റെയും ആ ദിവസം ഉൾക്കൊള്ളുന്ന മാസത്തിൻ്റെയും പവർ പറയുന്നു. സുഇല അൻ സൗമിൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിവസത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു മുത്തുനബിയോട്. ഫഖാല, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് 2 മറുപടി കൊടുത്തു. തിങ്കളാഴ്ച ദിവസം ഫീഹി ഉലിത്തു, ആ ദിവസത്തിൽ ഞാൻ ജനിച്ചു സ്വഹാബാ, എൻ്റെ ജന്മദിനം നടന്ന ദിവസമാണ് ആ ദിവസം, തിങ്കളാഴ്ച ദിവസം. വഫീഹി ഉൻസില അലയ്യ, ആ ദിവസത്തിൽ തന്നെയാണ് എൻ്റെ മേലിൽ ഖുർആനിനെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതും. അപ്പോൾ ഒന്നാമത്തെ മറുപടി ആ ദിവസത്തിൽ ഞാൻ ജനിച്ചു എന്നതാണ്. അപ്പോൾ പിന്നെ ജനിച്ച ദിവസത്തിന് ബറക്കത്തുണ്ട് എന്ന് വന്നില്ലേ? ഇനി നിങ്ങൾ ചോദിച്ചതെന്താ? ആ മാസത്തിന് ബറക്കത്തുണ്ട്, പ്രത്യേകതയുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടോ? ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുജിത്തഹിദുകളായ പണ്ഡിതന്മാർ, ഉദാഹരണം അൽ മദ്ഖലിൽ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു വ്യക്തമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. ലോകത്തുള്ള ഇമാമിയങ്ങൾക്ക് മുഴുവനും മനസ്സിലായി, വഹാബി മതക്കാർക്ക് മാത്രം മനസ്സിലാകുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ ദിവസത്തിൽ നിൽക്കരുത്, അത് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നതനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാക്കിൻ അശാറ അലൈഹി സ്വലാത്തു വസ്സലാം ഇലാ ഫളീലത്തി ഹാദ അശ്ശഹരിൽ അളീമി ബിഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം ലിസ്സാഇലി അല്ലദീ സഅലഹു അൻ സൗമി യൗമിൽ ഇസ്നൈനി. തിങ്കളാഴ്ച ദിവസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് നബി തങ്ങളോട് ഒരാൾ ചോദിച്ചപ്പോൾ ആ ചോദിച്ച വ്യക്തിയോട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ഫഖാല ലഹു അലൈഹി സ്വലാത്തു വസ്സലാം ദാലിക യൗമു ഉലിത്തു ഫീഹി, ഞാൻ ജന്മം കൊണ്ട ദിവസമാണ്. അപ്പം ഞാൻ ജന്മം കൊണ്ട ദിവസം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അത് ദിവസത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ലല്ലോ. അതാ ഫതശ്രീഫു ഹാദൽ യൗമി, ഈ ദിവസം, ഏത് ദിവസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തിന്റെ ആ സ്ഥാനം മുതളമ്മിനുൻ ലിതശ്രീഫി ഹാദ അശ്ശഹരില്ലദീ ഉലിദ ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസത്തിന്റെ പ്രത്യേകതയും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പൊ ഇത് ആര് പറഞ്ഞ രൂപത്തിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തിന്റെ പവർ പറയുന്നത് ആ മാസത്തിന്റെ പ്രത്യേകത കൂടിയാണെന്ന് ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു തന്റെ അൽ മദ്ഖലിന്റെ 2ാമത്തെ വോള്യം 5ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പൊ എന്താ? അപ്പൊ ആ ദിവസത്തിന് ബറക്കത്തുണ്ടെന്നും ആ മാസത്തിന് പ്രത്യേകതയുണ്ടെന്നും ഇമാമിങ്ങൾ മുഴുവനും പഠിപ്പിക്കുകയാ. അവർക്കാർക്കും സംശയമില്ല. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു നാസിറുദ്ദീൻ ദിമശ്ഖി റളിയല്ലാഹു അൻഹു പറയുന്നു. എത്ര ഇമാമികളാണ്! സുബ്ഹാനല്ലാഹ്.
ആ ദിവസത്തിനും ആ മാസത്തിനും പുണ്യമുണ്ട് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ പണ്ഡിതന്മാര് പഠിപ്പിച്ചതിനെ ചോദ്യം ചെയ്യുവാൻ ഹനീഫ് കായക്കൊടി നിങ്ങൾ വളർന്നിട്ടില്ല, നിങ്ങളുടെ പ്രസ്ഥാനവും വളർന്നിട്ടില്ല. നിങ്ങളിപ്പോൾ അറിഞ്ഞും അറിയാതെയും ഒളിഞ്ഞും തെളിഞ്ഞും കൊണ്ട് നിങ്ങളിപ്പോൾ മൗലിദാഘോഷം നടത്തുന്നതിന്റെ തിരക്കിലല്ലേ. ഇനി ആ മൗലവി ഒരു വെല്ലുവിളി നടത്തുക, നമുക്കൊന്ന് കേട്ടു നോക്കാം. മദീനയിലെ തെരുവുകളിൽ, മക്കയിലെ തെരുവുകളിൽ എന്തെങ്കിലും ഒരു അലങ്കാരം റബീഉൽ അവ്വൽ മാസത്തിൽ നടത്തിയതായി ചരിത്രത്തിൽ എവിടെയെങ്കിലും കാണിക്കാൻ കഴിയുമോ? കാണിക്കാൻ കഴിയും മൗലവി. ഹനീഫ് കായക്കൊടിയെ സ്നേഹത്തോടെ സന്തോഷത്തോടെ വെല്ലുവിളിക്കുകയാണ്. ഹനീഫ് കായക്കൊടി, നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു സംവാദത്തിന് തയ്യാറാണോ? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി ഇബ്ലീസിന്റെ പണിയെടുക്കല്ലേ ഹനീഫ് കായക്കൊടി. ഹനീഫ് കായക്കൊടി, അത് ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ച വസ്തുതയാണ്. ആ അംഗീകരിച്ച വസ്തുത മഹത്തുക്കളായ ഇമാമീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചതാണ്. മക്കയിലുണ്ടായിരുന്നു ആഘോഷം, മദീനയിലുണ്ടായിരുന്നു ആഘോഷം. നിങ്ങൾ തല്ലിപ്പൊളിച്ച് തരിപ്പണമാക്കി കളഞ്ഞതല്ലേ, നിങ്ങൾ ഇല്ലാതാക്കിയതല്ലേ. ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല. അവരുടെ ഈ ഗ്രന്ഥങ്ങളിൽ ഇമാമീങ്ങൾ മുഴുവനും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. إذا كان هذا كافرا جاء ذمه بتبت يداه في الجحيم مخلدا. ഇബ്നു നാസിറുദ്ദീൻ ദിമശ്ഖി റളിയല്ലാഹു അൻഹു ഈ ബൈത്ത് ഉദ്ധരിച്ചു വരെ അബൂലഹബിന് പോലും സന്തോഷിച്ചതിന്റെ പേരിൽ പുണ്യം കിട്ടിയെങ്കിൽ ലോക മുസ്ലിമീങ്ങൾക്ക് എങ്ങനെയാണ് പുണ്യം കിട്ടാതിരിക്കുക എന്നുവരെ ഇമാമീങ്ങൾ പഠിപ്പിച്ചത് ഈ ജന്മദിനത്തിന്റെ സ്ഥാനവും പവർ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഹനീഫ് കായക്കൊടി, നിങ്ങളുടെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു, തിരിച്ച് നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നബിദിനാഘോഷത്തിന്റെ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക്, ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? ഇപ്പൊ ഒന്നിനും കാണാനില്ലല്ലോ. അൽഹംദുലില്ലാ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ശക്തിയുക്തം മുന്നോട്ട് വന്നപ്പോൾ നിങ്ങളുടെ ആദർശങ്ങളൊക്കെ പൊളിഞ്ഞ് തരിപ്പണമായി കൊണ്ട് നിങ്ങൾ വരെ ഹുബ്ബുർ റസൂൽ കോൺഫറൻസ്, ഹുബ്ബുർ റസൂൽ എന്ന പേരിൽ പരിപാടി നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചുരുക്കി പറഞ്ഞാൽ നബിദിനാഘോഷം ഈ ലോകത്ത് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ വെച്ചുകൊണ്ടാണ് ഇമാമീങ്ങൾ സുന്നത്ത് 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 എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലുള്ള പണ്ഡിതന്മാർ മുഴുവനും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതും. അല്ലാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.